കുട്ടികളുടെ കരവിരുതിൽ നിമിഷങ്ങൾക്കുള്ളിൽ വിരിഞ്ഞത് വിസ്മയം തീർക്കുന്ന കളിമൺ ശില്പങ്ങൾ. നെടുമങ്ങാട് അമൃത കൈരളി സ്കൂളിൽ സംഘടിപ്പിച്ച കളിയിൽ അല്പം കാര്യമെന്ന സമ്മർ ക്യാമ്പിലാണ് കുട്ടികളിലെ സർഗാത്മകത ഉണർന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുരുന്നുകളുടെ സർഗശേഷിയിൽ രൂപപ്പെട്ടത് ഗണപതിയും ശിവലിംഗവും ആനയും നാഗവും മത്സ്യവും പൂക്കളും തുടങ്ങി ഒട്ടേറെ കളിമൺ രൂപങ്ങൾ. ടെറാക്രാഫ്റ്റ് പോട്ടറി സ്കൂൾ ഡയറക്ടർ ജയനാണ് പരിശീലനം നൽകിയത്. കളിമൺ പാത്രങ്ങൾ രൂപപ്പെടുന്നത് കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുകയും സമ്മാനമായി നൽകുകയും ചെയ്തു. ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ സ്നേഹാദരവോടെ തുടരും സിനിമയുടെ തീം ആസ്പദമാക്കിയ കുട്ടികളുടെ ഭാവന കയ്യടി നേടി. ഇതിന് മുമ്പേ ഞങ്ങൾ തുടരും സിനിമയെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ക്ലേ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ അത് കയറി വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയായത്. ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ നടൻ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനോട് ഒരു ട്രിബ്യൂട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ പാമ്പ് ഒരു തിന്മയായിട്ടാണ് നമ്മൾ കാണിച്ചത്. ഈ ആന എന്ന് പറഞ്ഞാൽ നന്മയുടെ ഒരു പ്രതീകമായിട്ടും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലും അതേപോലെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നതും അതേപോലെയാണ്. ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ശില്പങ്ങളും ശ്രദ്ധേയമായി. അത് നമുക്ക് ഇത്തിരി യുണീക്കായിട്ട് തോന്നി. എല്ലാവരും ഈ പോട്ടും അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിപ്പോൾ നമ്മൾ വിചാരിച്ച അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച. ചിലരുടെ ചിന്തകൾ കടലോളമായിരുന്നു. വെയിലുണ്ടാക്കാന്ന്, പിന്നെ നമ്മൾ വെയിലുണ്ടാക്കി തീർന്നപ്പോൾ പെട്ടെന്ന് ബ്ലൂ ഇത് മീനിന്റെ കുട്ടികളുണ്ടാക്കാന്ന് വെച്ചാൽ അങ്ങനെ കുട്ടികളുണ്ടാക്കി ഇങ്ങനെ വലുതായി ഇങ്ങനെ അത്ര ആക്കിയതാണ്. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്തു. നമ്മളൊക്കെ ഗണപതിയുടെ ആരാ ഉണ്ടാക്കിയത്? ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കുറേ ക്യാമ്പിന് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും വ്യത്യാസമായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ക്യാമ്പിന് പോയിട്ടുണ്ട്, പക്ഷേ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യം വെച്ചാണ്. കളിമൺ ശില്പങ്ങൾ പരിശീലിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ പലതും സ്വന്തമായി ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുക കൂടിയാണ് ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.